തനുവിനെ പോയി കാണാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കാശി സ്വന്തം വീട്ടിലേക്കാണ് ആദ്യം പോയത്. ഈ രണ്ടാഴ്ചക്കിടയിൽ ഒരിക്കൽ പോലും അമ്മ ചെമ്പമംഗലത്ത് വിളിച്ചിട്ട് പോലുമില്ല എന്നത് തന്നെ കാരണം. കൃഷ്ണനും കാവയും ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അമ്മ തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ച് തനുവിനെ അംഗീകരിക്കാതെ തരമില്ലല്ലോ. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് ഡോർ തുറന്നത് കാവ്യയാണ്. കാശിയെ കണ്ടതും ഓടി വന്ന നെഞ്ചത്തേക്ക് വീണ് പൊട്ടിക്കരഞ്ഞവൾ. ഏട്ടാ, ഏട്ടത്തി. അതുമാത്രമേ അവൾക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. കൃഷ്ണൻ പുറത്തു പോയി കിടക്കുകയായിരുന്നു. നീ പോയി കുളിച്ച് വേഷം മാറി വാ, ഭക്ഷണം എടുത്തു വെക്കാം. കാശിയെ ഒന്ന് പറയാൻ അനുവദിക്കാതെ മാലതി പറഞ്ഞു. കാശി മുകളിലെ മുറിയിലേക്ക് പോയി. ഭക്ഷണം കഴിക്കുന്ന സമയത്തും കാശിക്ക് മുഖം കൊടുക്കാതെ മാലതി ഒഴിഞ്ഞു മാറി. ഒടുവിൽ അവൻ തന്നെ അമ്മയെ പിടിച്ചെടുത്തി. എന്താ അമ്മയുടെ പ്രശ്നം? അവർ കോപത്തോടെ അവനെതിരെയിരുന്നു. അത് നിനക്കും അറിയാവുന്നതല്ലേ കാശി. എൻ്റെ ഏട്ടനാണെങ്കിലും അയാളും കുടുംബവും എല്ലാവരും ചേർന്ന് ചതിക്കുകയായിരുന്നു നമ്മളെ. കാശി പരമാവധി ശാന്തത എടുത്തണഞ്ഞ് അവരെ നോക്കി. അവർ എന്തു ചതി ചെയ്തു എന്ന് അമ്മ പറയുന്നത്? തനു അവൾക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ബന്ധമുണ്ടായിരുന്നു അത്രേ. അതെല്ലാം മറച്ചു വെച്ചാണ് അവൾ നിന്റെ താലിക്ക് കൈനീട്ടി തന്നത്. സ്വന്തം മകളെക്കാളും സ്നേഹിച്ചതല്ലേ ഞാൻ അവളെ. എന്നിട്ടും അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അവർ കണ്ണുനീർ വാർത്തു. അമ്മേ, ആരും ആരെയും ചതിച്ചില്ല. തനൊരു റെപ്റ്റിമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചതും. ആരും അവളെ സഹതാപത്തോടെ നോക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാം മറച്ചു വെക്കാൻ പറഞ്ഞതും. ആ സ്ത്രീ കത്തുന്ന കണ്ണുകളോടെ കാശിയെ നോക്കി. നീ എന്തൊക്കെയായി പറയുന്നത് കാശി? നീ പറഞ്ഞാലും അവൾക്കങ്ങനെ മനസ്സ് വന്നതിന്? കതിർ മണ്ഡപത്തിൽ കയറി നിൽക്കുമ്പോൾ വിറച്ചു പോലും ഇല്ല അവളെ. അവൾ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചത്. കാശി തലയുയർത്തി തന്നെ പറഞ്ഞു. മാലതി അത്ഭുതത്തോടെ അവനെ നോക്കി. നിനക്ക് ഭ്രാന്താണോ കാശി? എല്ലാം അറിഞ്ഞുകൊണ്ട് മറ്റൊരുത്തൻ്റെ അഴുക്കിനെ എത്ര റിസ്ക് എടുത്ത് തലയിൽ കയറ്റേണ്ട എന്താവശ്യമാണ് നിനക്കുള്ളത്? അമ്മേ, കാശി താക്കിയതോടെ അവരെ വിളിച്ചു. പിന്നെ സ്വയം നിയന്ത്രിച്ചു. അമ്മേ, ഞാൻ തനുവിനെ സ്നേഹിക്കുന്നു. ഏതവസ്ഥയിലും അവൾ തനുവാണ്. എൻ്റെ പ്രണയമാണ്. കാവ്യ എനിക്ക് പ്രിയപ്പെട്ടവൾ ആയതുകൊണ്ട് അവളെ ഞാൻ ഉപമിക്കുന്നില്ല. പക്ഷെ തനുവിനെ സ്വന്തം മകളായി കണ്ടു എന്നല്ല അമ്മ പറയുന്നത്. മകൾക്ക് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായതിൽ അമ്മക്കൊരു വിഷമവുമില്ലേ? വിഷമമൊക്കെയുണ്ട് മോനെ. പക്ഷെ അതിലും വലുതാണ് എനിക്ക് നിന്റെ ഭാവി. തനുവിന് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചു എന്ന് കരുതി എൻ്റെ ഭാവിക്ക് എന്ത് കുഴപ്പം വരാനമ്മേ? മോനെ, അത് പിന്നെ ഒരുമാതിരി സീരിയലിലെ കഥയൊക്കെ കേട്ട് വിശ്വസിക്കുന്നത് കഷ്ടമാണ് കേട്ടോ. അപ്പോഴും മാലതിയുടെ പരിഭവം അവസാനിച്ചിരുന്നില്ല. മോനെ, എന്തൊക്കെ പറഞ്ഞാലും മകൻ്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടിയെക്കുറിച്ച് അമ്മമാർക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകില്ലേ? അത് നീ എന്താ മനസ്സിലാക്കാത്തത്? കാശി ഒട്ടും പതറിയില്ല. ഉറപ്പോടെ ചോദിച്ചു. മകൻ്റെ ഭാര്യ കന്യകയായിരിക്കണം എന്നതാണോ അമ്മമാരുടെ സങ്കല്പം? അങ്ങനെയാണെങ്കിൽ മകനും അങ്ങനെ ആയിരിക്കണമല്ലോ. അതിനെക്കുറിച്ചൊന്നും സങ്കല്പിക്കുന്നില്ലേ? പ്രണയത്തിന് വേണ്ടി ശരീരവും മനസ്സും സമർപ്പിക്കുന്നവരാവില്ലേ? പണമുണ്ടാക്കാൻ എളുപ്പമായി തേടുന്നവരില്ലേ? അവർക്കെല്ലാം ഒരു ചോയ്സ് ഉണ്ട്. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. തനുവിൻ്റെ ജീവിതത്തിൽ അത്തരമൊരു ചോയ്സ് പോലും അവൾക്കുണ്ടായിരുന്നില്ല അമ്മേ. അന്നത്തെ സംഭവം അവളുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് നടന്നത്. ഒന്ന് തീർക്കാൻ പോലുമുള്ള ശേഷി അവൾക്കന്ന് ഇല്ലായിരുന്നു. ശരീരവും മനസ്സും ഒരുപോലെ മുറിപ്പെട്ട അവസ്ഥയിലാണ് എനിക്ക് അവളെ കിട്ടിയത്. പാതി വഴി ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. സ്നേഹിച്ചതാണ് ഒരുപാട്. ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും അവളെന്നെ സ്നേഹിക്കുന്നുണ്ട്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രസൻസ് ഏറ്റവും ആവശ്യമുള്ള ആ സമയത്ത് അവളെ വേണ്ടെന്ന് വെച്ച് ഒറ്റക്കാക്കി പോകാൻ മനസ്സ് വന്നില്ല അമ്മേ. മാലതി കുറേ നേരം ആലോചനയിലായിരുന്നു. കാശിയുടെ ജീവിതമാണ്. തീരുമാനമെടുക്കേണ്ടതും അവനാണ്. അവൻ്റെ നിലപാട് അവൻ അറിയിച്ചു കഴിഞ്ഞു. പറയുന്നതെല്ലാം ന്യായമാണെന്ന് അറിയുകയും ചെയ്യാം. പക്ഷെ അത് മനസ്സ് അംഗീകരിക്കാൻ അനുവദിക്കുന്നില്ല. അമ്മേ, കാശി പ്രതീക്ഷയോടെ വിളിച്ചു. അവർ മകൻ്റെ മുഖത്തേക്ക് നോക്കി. കാശി, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തനുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. പക്ഷെ ഈ സംഭവങ്ങളൊക്കെ എന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായി വന്നാലോ എന്നാണ് എൻ്റെ പേടി. കാശി നിലത്തേക്കിരുന്നു. സോഫയിൽ ഇരിക്കുന്ന മാലതിയുടെ കൈയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തു. എൻ്റെ ജീവിതത്തിൽ അമ്മക്കുള്ള സ്ഥാനം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അതുപോലെ തന്നെയാണ് എനിക്ക് തനുവും. അവളില്ലാതെ എനിക്ക് പറ്റില്ല അമ്മേ. ഇനിയും വൈകിയാൽ എനിക്ക് അവളെ എന്നേക്കുമായി നഷ്ടപ്പെടും. പ്ലീസ് അമ്മ. മാലതി മകനെ നോക്കി. ആ മുഖത്തെ നിശ്ചയദാർഢ്യവും കണ്ണുകളെ ദൃഢതയും അവൻ കണ്ടു. ഇനിയും ഓരോ ന്യായവാദങ്ങൾ പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്നവർക്ക് ബോധ്യമായി. ശരി, നിന്റെ ഇഷ്ടം. അതാണെങ്കിൽ കൃഷ്ണേട്ടൻ വരട്ടെ, നമുക്ക് ഒരുമിച്ച് പോയി അവളെ ഇങ്ങ് കൂട്ടാം. കാശിക്ക് അതിരില്ലാത്ത സന്തോഷം തോന്നി. ഒരു കണക്കിന് ഇങ്ങനെ സംഭവിച്ചത് നന്നായി. എല്ലാവരും എല്ലാം അറിഞ്ഞ് അവളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിന് ഭംഗി കൂടും. അധികം വൈകാതെ കൃഷ്ണനും എത്തി.
മാലതിയുടെ തീരുമാനം അയാളെയും ഒരുപാട് സന്തോഷിപ്പിച്ചു. കൃഷ്ണേട്ട പോകാം. 28 വർഷം ഞാൻ നിങ്ങൾ പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചു. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടേ പറ്റൂ. അയാൾ അവരുടെ വാക്കുകളും ആക്ഷനും കടമെടുത്തുകൊണ്ട് കളിയാക്കി. കാശിയും കാവ്യയും അത് കണ്ട് ചിരിച്ചു. ദേ, അച്ഛനും മക്കളും കൂടി എന്നെ കളിയാക്കാൻ നടക്കുകയാണ്. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. അതത്ര കളിയാക്കാനൊന്നുമില്ല, മാലതി കൈയോടെ പറഞ്ഞു. കാശി അവൾക്കരികിലേക്ക് ചെന്നു. എൻ്റെ അമ്മക്ക് ഇത്ര നല്ല മനസ്സുള്ളത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാനും തനുവിന് തിരിച്ചു വിളിക്കാനും തോന്നിയത്. അമ്മ മുത്തല്ല, തങ്കമാണമ്മേ. മതി മതി പതപ്പിച്ചത്. അവർ ചിരിച്ചു. സീതക്ക് പക്ഷെ ഇതൊന്നും ഉൾക്കൊള്ളാനായില്ല. എന്നാലും മാലതി, കണ്ടിടത്തൊക്കെ പേച്ചു നടന്ന ഒരു പെണ്ണിനെ തന്നെ വേണം എന്ന് കാശിമോൻ ഇത് നിർബന്ധം പിടിക്കുന്നത് എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ പെണ്ണ് എന്തു കൈവശമാണോ കലക്കി കൊടുത്തത്? കാശി മറുപടി പറയാൻ തുനിഞ്ഞെങ്കിലും മാലതി അവനെ തടഞ്ഞു. സീതെ, ഇത് ഞങ്ങളുടെ കുടുംബക്കാരുമാണ്. എൻ്റെ മകൻ്റെ ജീവിതവും തീരുമാനമെടുക്കേണ്ടത് അവനാണ്. അവനില്ലാത്ത വിഷമം ഒന്നും നിനക്കുണ്ടാകേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? സീത അടികെട്ടിയതുപോലെ നിന്നു പോയി. അവർ കൃഷ്ണൻ്റെ നേരെ തിരിഞ്ഞു. കൃഷ്ണ, നീ കേട്ടോ നിന്റെ ഭാര്യ എന്നോട് പറഞ്ഞത്? നീ ഇവിടെ മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കുകയാണ്. എന്നു മുതലാ ഈ കുടുംബത്തിൽ പെണ്ണുങ്ങൾ തീരുമാനമെടുത്തു തുടങ്ങിയത്? കൃഷ്ണൻ ശാന്തനായി അവരെ നോക്കി. സീതെ, അകന്ന ബന്ധുവായ നിന്നെ ഞങ്ങൾ ഈ കുടുംബത്തിലെ ഒരു അംഗമായി കണ്ടിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പോകാൻ ഒരിടം ഇല്ല എന്ന് ഓർമ്മ വേണം. ഓരോന്ന് പറയുമ്പോഴും ചെയ്യുമ്പോഴും തനി ഈ കുടുംബത്തിലെ മരുമകളാണ്. അവളെ അംഗീകരിക്കാനും അനുസരിക്കാനും കഴിയുമെങ്കിൽ മാത്രം നിനക്കിനിയും ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പോകാം. ആരും തടയില്ല നിന്നെ. കൃഷ്ണനിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കിയ സ്വന്തം മുറിയിലേക്ക് വലിഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായി ശിവനും ഗീതയും ജോലിക്ക് പോകുന്നില്ല. തനയും തരുണും പോകുന്നുണ്ടെങ്കിലും വന്നാൽ ഉടനെ തനുവിൻ്റെ മുറിയിൽ കയറും. തനുവിൻ്റെ അവസ്ഥ ദിനംപ്രതി വഷളായി വന്നു. ഈ ദിവസങ്ങളിൽ ഒന്നും അവൾ മുറിക്ക് പുറത്തിറങ്ങാനോ ആരുടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ കൂട്ടാക്കിയില്ല. ഫ്രഷാകാൻ ആരെങ്കിലും കൊണ്ടുപോകണം. ഭാര്യ കൊടുത്താൽ മാത്രം ഭക്ഷണം കഴിക്കും. രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥയായിരുന്നു. അമ്മമാരും ഏട്ടന്മാരും മാറി മാറി അവൾക്ക് കാവലിരുന്നു. ഇത്രയും ദിവസം തുടർച്ചയായി ഒരാളെയും കാണാതെ ഒരു വാക്കുപോലും ഊരിടാതെ തനുവിനെ പോലെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുന്നത് തന്നെ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. തനുവിനെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ശിവനും ഹരിയും. കാശ് വന്നെന്ന് തനി പറയുന്നത് കേട്ടു. വൈകുന്നേരമായിട്ടും ഇവിടേക്ക് കണ്ടെങ്കിൽ നമുക്ക് തന്നെ മോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അല്ലേ ഏട്ടാ? ഹരി ആലോചനയോടെ തലയാട്ടി. അവൾ സമ്മതിക്കുമോ എന്നറിയില്ല. കാശിക്കല്ലാതെ ആർക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഒന്നും പറ്റിയില്ലെങ്കിൽ പിടിച്ചു കെട്ടി കൊണ്ടുപോകേണ്ടി വരും. എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വിധി. അയാൾ തലയിൽ കവിച്ച് പരിതപിച്ചു. ഒന്നാശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ ശിവൻ വേദനയോടെ അത് നോക്കി നിന്നു. തനു ഏട്ടൻ്റെ മകൾ ആണെങ്കിലും അങ്ങനൊരു വേർതിരിവ് ആ വീട്ടിലില്ലായിരുന്നു. ചെറിയച്ഛനും ചെറിയമ്മയും അച്ഛനെയും അമ്മയെയും പോലെ തന്നെയാണ് ഹരിയുടെ മക്കൾക്ക്. നീലുവിനും അങ്ങനെ തന്നെയായിരുന്നു. ആവശ്യങ്ങൾക്ക് പണം ചോദിക്കാനും വിശേഷങ്ങൾ പറയാനും രണ്ടാളെയും സമീപിക്കും. തങ്ങൾക്ക് 2 അച്ഛന്മാരും അമ്മമാരും ഉണ്ടെന്ന് കുട്ടികൾ കളിയാക്കി പറയുകയായിരുന്നു. ഗേറ്റ് കടന്ന് കാശിയുടെ കാർ വരുന്നത് കണ്ട് രണ്ടാളുടെയും മുഖം തെളിഞ്ഞു. പക്ഷെ അതിൽ നിന്നിറങ്ങി വന്ന മാലതിയെ കണ്ടതോടെ ആ തെളിച്ചം മങ്ങി.